ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് രുക്മിയെ കുറിച്ച് പറയാം. രുക്മി ആരാണെന്നറിയോ? രുക്മിണി ദേവിയുടെ ജ്യേഷ്ഠ സഹോദര പുത്രനാണ്. അവരെ പറ്റിയിട്ട് ഞാൻ കുറച്ച് പറയാട്ടോ. വിദർഭ രാജാവും പരമസ്വാത്വികനുമായിരുന്ന ഭീഷ്മകന്റെ 6 സന്താനങ്ങളിൽ ശ്രീമന്ത സന്താനമായിരുന്നു രുക്മി. രുക്മിയെ കൂടാതെ രുഗ്മരഥൻ, രുഗ്മബാഹു, രുഗ്മകേശൻ, രുഗ്മമാലി എന്നീ 4 പുത്രന്മാരും ഏകപുത്രിയായ മംഗളശാലിനിയായ രുക്മിണിയും ഭീഷ്മകന് ഉണ്ടായി. സീമന്തപുത്രൻ എന്ന നിലയിൽ യുവരാജാവായ രുക്മിക്ക് രാജകുടുംബത്തിൽ നല്ല സ്വാധീനമായിരുന്നു. രുക്മിണിക്ക് വിവാഹപ്രായമായപ്പോൾ സഹോദരിയെ ചേതി രാജാവായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് രുക്മി തീരുമാനിച്ചത്. മാതാപിതാക്കളോടോ രുക്മിണിയോടോ ആലോചിക്കാതെ എടുത്ത ഈ തീരുമാനം രുക്മിയുടെ ജീവിതത്തിലെ ഏറ്റവും വിനാശകരമായി വന്നു. ലാളിച്ചു വളർത്തിയ മകളെ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു ഭീഷ്മകന്റെ മോഹം. കന്യകയായ രുക്മിണിക്കും അതായിരുന്നു ആഗ്രഹം. ഭഗവാൻ വരനായി വരണമെന്നായിരുന്നു. എങ്കിലും കിരീടാവകാശിയായ രുക്മിയുടെ ഇംഗിതത്തെ എതിർക്കാൻ ഭീഷ്മകൻ തയ്യാറായില്ല. വിവാഹത്തേതി നിശ്ചയിച്ചതോടെ രുക്മിണി ദുഃഖത്തിലായി. കാരണം മനസ്സിൽ ശ്രീകൃഷ്ണനല്ലേ. ഒടുവിൽ ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ അയച്ച സന്ദേശപ്രകാരം ശ്രീകൃഷ്ണൻ വിദർഭ രാജധാനിയായ കുണ്ഠിനത്തിലെത്തി രുക്മിണിയെ പാണിഗ്രഹണം ചെയ്തു. മാനഹാനി സഹിക്കാതെ രുക്മി ശ്രീകൃഷ്ണന്റെ തേരിലേക്ക് സായുധനായി പാഞ്ഞു കയറി. ഭഗവാൻ രുക്മിയെ പിടിച്ചുവെങ്കിലും രുക്മിണിയുടെ പ്രാർത്ഥന പ്രകാരം രുക്മിയെ വധിക്കാതെ വിരൂപനാക്കി ബന്ധിച്ചു. ഹായ് കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നാളെ കാണാം.